ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കോവിഡ്-19 മഹാമാരിയുടെ പ്രതിസന്ധി മൂലം ദേവാലയത്തിൽ കടന്നു വന്ന് ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ, ഭയഭക്തിയോടെ, ദൈവ സാന്നിധ്യബോധത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ദൈവസാന്നിധ്യബോധത്തോടെ ആത്മാവിലും സത്യത്തിലും ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നാഥ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ ഈ സമൂഹത്തിൽ നിറവേറ്റേണ്ടതായിട്ടുള്ള ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവമാക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ നീ ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖവും പ്രയാസവും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഇറക്കി വെച്ച് ആശ്വാസവും പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിട്ടുള്ള സമാധാനത്താൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. തിരുപാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശു മശിഹാ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്നതായ പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 343 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 343, ഗീതം 343. Stotra
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമം ഒന്നാമത്തെ ശുശ്രൂഷാക്രമത്തിൽ നമുക്ക് പങ്കുചേരാം. പ്രസംഗത്തിന് ശേഷം രണ്ടാമത്തെ ശുശ്രൂഷാക്രമത്തിൻ്റെ ചില ഭാഗങ്ങളും ഇന്നത്തെ ദിവ്യാരാധനയ്ക്കായി ഉപയോഗിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവേ, സകലയാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്റെ രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് എന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ,
കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അപേക്ഷകളും കഴിപ്പാനും തക്കവണ്ണം നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. അല്പനിമിഷങ്ങൾ നമുക്ക് മൗനമായി അനുതാപഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തോടും സമസൃഷ്ടങ്ങളോടുമുള്ള ബന്ധത്തിൽ ദൈവിക കൽപ്പനകളെ ലംഘിച്ച് നാം ഇന്ന് ജീവിക്കുന്നുവോ? ദൈവമേൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തെ നിറവേറ്റുവാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടോ? ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങളെ നാം പ്രവർത്തിച്ചു പോയി. അപ്പൊ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. കാൽവരിയിലെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കണമേ എന്ന് വിനയഹൃദയത്തോടുകൂടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ എല്ലാവർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശമായി നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിന്റെ നാമം ചെയ്യുമെങ്കിലും ഞങ്ങളെ വിട്ടുകിടത്തില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തുവിൽ ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് പതിവ് ക്ഷമിക്കുവാൻ പ്രാപ്തികൾ നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവന് പുതുക്കത്തിന് മേലാൽ നിന്നെ സേവിക്കുവാൻ നിങ്ങൾ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾപ്പി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായി മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി
നമ്മെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് പിൻപ് 16-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. മിഷൻ സൺഡേ. മിഷൻ സകലർക്കും സുവാർത്ത സന്ദേശവുമായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, ദരിദ്രർക്ക് നീതിയും വിശക്കുന്നവർക്ക് ആഹാരവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് പ്രകാശവും പരദേശിക്ക് സംരക്ഷണവും വിധവകൾക്ക് മാനവും വാഗ്ദാനം ചെയ്യുന്ന തിരുവചനത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സാക്ഷികളായി ഞങ്ങളെ തിരഞ്ഞെടുത്തു പിതാവായ ദൈവത്തിൻ്റെയും സുവാർത്ത പ്രഘോഷിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ച ക്രിസ്തുവിൻ്റെയും സത്യമാർഗത്തിൽ ഞങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുവാർത്ഥാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സമാധാനവും സുവിശേഷത്തിൻ്റെ ജീവാവിഷ്കാരവും പ്രാവർത്തികമാക്കുവാൻ കൃപ ചെയ്യണമേ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. ആദ്യം പഴയ നിയമ വേദഭാഗം 1-ാം പാഠം. മിഷൻ സൺഡേയായി ആചരിക്കുന്ന ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവർ വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പം അല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇവിടെ 1-ാം വേദഭാഗം അവസാനിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തേക്കാൾ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ചൊല്ലാവുന്നതാണ്. വാക്യപ്രതിവാക്യമായി സങ്കീർത്തനം ഈ സമയത്ത് വായിക്കാവുന്നതാണ്. ഇന്ന് കാലത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 146. 146-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശമുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു,
വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചു വിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. ലേഖന പാഠഭാഗം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം ഈ സമയത്ത് വായിക്കാവുന്നതാണ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 34 മുതൽ 43 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവനെല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യാദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന അവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to Saint Matthew, chapter 4, verses 17 through 25. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ
അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീയിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ സമയത്ത് ഞാൻ കീർത്തനങ്ങളിൽ 137 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 137, കീർത്തനം 137.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിഷണറി ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന ഇന്ന ദിവസം ഈ ദിവ്യ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മിഷൻ സൺഡേ ആയിട്ട് നാം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദക്ഷിണേന്ത്യ സഭ ഒരു മിഷണറി സഭയാണ്. ധാരാളം മിഷണറി പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നാം നിറവേറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ മഹായിടവക നിറവേറ്റുന്ന മിഷണറി പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും അവിടുത്തെ ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമ്മളുടെ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുവാനും ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുന്നു. 1924 പറക്കാലിൽ നമ്മൾ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു. 1967 തെലങ്കാന, തുടർന്ന് ചർക്കാരി, ഭിലായി, മൈസൂർ മിഷൻ, വെല്ലൂരിലെ മിഷണറി പ്രവർത്തനങ്ങൾ, ഉത്തരാഖണ്ഡ്, ഒഡീഷ, പളനി മിഷൻ, മുംബൈയിലുള്ള ഷാലോം മിഷൻ, ബംഗാൾ മിഷൻ, കാട്ടുപള്ളി മിഷൻ, കേരളത്തിന് പുറത്തും വിദേശത്തും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി ഈ മിഷണറി പ്രവർത്തനങ്ങൾ ഇന്ന് അനുഗ്രഹീതമായിട്ട് നടന്നു വരുന്നു. നേപ്പാളിലും നമ്മളുടെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഹോം മിഷൻ, സ്വദേശ മിഷനുകളായ തോട്ടപ്രദേശ മിഷൻ, കുട്ടനാട് മിഷൻ, മലയോര മിഷൻ, മിഡ്ലാൻഡ് മിഷൻ, ഈ മിഷണറി പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ മിഷണറിമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. മാത്രമല്ല നമ്മളുടെ സഹായങ്ങൾ നമുക്ക് നൽകുവാനും കഴിയണം. നമ്മുടെ സഭയായിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന മിഷണറിമാരെയും മിഷണറി പ്രവർത്തനങ്ങളെയും നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം നാം സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം മിഷൻ, ഗുഡ് ന്യൂസ് ടു ഓൾ. ദൗത്യം, എല്ലാവരോടുമുള്ള സുവാർത്ത. ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ സത്ത എന്നത് 2 കാര്യങ്ങളാണ്. ബീയിങ്, ഒന്ന് മിഷൻ, മറ്റൊന്ന് മിനിസ്ട്രി, ദൗത്യവും ശുശ്രൂഷയും. ദൗത്യത്തിനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട സമൂഹമാണ് സഭ. എമിൽ ബ്രൂണർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: As fire exists by burning, church exists by mission. തീ ജ്വാലയിൽ നിലനിൽക്കുന്നു, അതുപോലെ സഭ അതിൻ്റെ ദൗത്യത്തിൽ നിലനിൽക്കുന്നു. സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ നിയോഗത്തിൽ പങ്കാളികളാകുമ്പോഴാണ് സഭ ചലനാത്മകമായി തീരുന്നത്. മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടു സെൻഡ്, അയക്കപ്പെടുക എന്നർത്ഥമുള്ള മിറ്റോറെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇത് ഉടലെടുത്തിട്ടുള്ളത്. മിഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 ചിന്താഗതികൾ രൂപപ്പെട്ടതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മിഷനെ സംബന്ധിച്ച്, ദൗത്യത്തെക്കുറിച്ച് ആദ്യമുണ്ടായിരുന്ന ചിന്താഗതി ഗോഡ്, ചർച്ച്, വേൾഡ്, ദൈവം, സഭ, ലോകം എന്ന ക്രമത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അതായത് ദൈവ സ്നേഹത്തെ സഭയിലൂടെ ലോകത്തിൽ പങ്കുവെക്കുക. അതായത് സഭയാണ് മിഷന്റെ കേന്ദ്രം എന്ന ചിന്താഗതി. അതിൽ പല അപജയങ്ങൾ ഉണ്ടായപ്പോൾ 1952 ജർമ്മനിയിൽ നടന്നതായിട്ടുള്ള ലോക മിഷണറി സമ്മേളനം മറ്റൊരു ചിന്താഗതി രൂപപ്പെടുത്തുകയാണ്. മിസ്സിയോ ഡൈ, മിഷൻ ഓഫ് ഗോഡ്. അതായത് ദൗത്യം ദൈവത്തിൻ്റെതാണ്, സഭ പങ്കാളി മാത്രമാണ്. ദൗത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നിയോഗമാണ്.
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ഭൂലോകത്തിൽ എങ്ങും പോയി എൻ്റെ സാക്ഷികൾ ആകുകയും. ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യമുണ്ടായിരുന്ന ചിന്താഗതി ദൈവം, സഭ, ലോകം എന്നുള്ളത് ആയിരുന്നുവെങ്കിൽ ഈ ലോക മിഷണറി സമ്മേളനത്തിനു ശേഷം സഭ, ദൈവം, സഭ, ലോകം എന്ന ചിന്താഗതി മാറി ഗോഡ്, വേൾഡ്, ചർച്ച്, ദൈവം, ലോകം, സഭ എന്നുള്ള ചിന്താഗതി രൂപപ്പെടുകയാണ്. അതായത് സഭയ്ക്ക് മാത്രമായി പ്രത്യേകിച്ച് തനതായിട്ടുള്ള ദൗത്യമില്ല. പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ഒരേ ഒരു ദൗത്യത്തിൻ്റെ പങ്കാളിത്തം മാത്രമാണ് സഭയ്ക്ക് ഉള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് ബിക്കമിങ്, സമൂഹത്തെ നയിക്കുക, അതാണ് മിഷൻ അഥവാ ദൗത്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ ഈ സ്വരൂപത്തെയും സാദൃശ്യത്തെയും നഷ്ടമാക്കിയെങ്കിൽ രൂപാന്തരം കൈവരിക്കപ്പെട്ട് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് ദൗത്യത്തിലൂടെ, മിഷനിലൂടെ ലക്ഷ്യം ആക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനമാണ്, അല്ലെങ്കിൽ സമൂഹത്തെ നയിക്കുക, അതാണ് മിഷൻ അഥവാ ദൗത്യം എന്നുള്ളത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയെ യഹോവയായിട്ടുള്ള ദൈവം തെരഞ്ഞെടുത്തത് ജാതികൾക്ക് പ്രകാശമായിരിക്കുവാനാണ്. ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടവും നിറവേറ്റുന്ന ഒരു സമൂഹമായി, ദൈവത്തിൻ്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും സമൂഹത്തിൽ പങ്കുവെക്കുന്ന ജാതികളുടെ പ്രകാശമായി ഇസ്രായേൽ ജനതയെ യഹോവയായിട്ടുള്ള ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ആ ദൗത്യ നിർവഹണത്തിൽ അവർ പരാജയപ്പെട്ടപ്പോഴാണ് പുത്രനായിട്ടുള്ള ദൈവം ദൈവരാജ്യ ദൗത്യത്തെ നിറവേറ്റുവാൻ ഈ ഭൂമിയിൽ ആഗതനായി തീരുന്നത്. ആ കർത്താവിൻ്റെ ദൗത്യം, ദൈവം ലോകത്തിൽ നിറവേറ്റുന്ന ദൗത്യത്തിൽ പങ്കുകാരായിക്കൊണ്ട് സമൂഹത്തെ ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം. നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അന്നു മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് യേശു പ്രസംഗിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടുവീൻ, അതായത് ദൗത്യം സമൂഹത്തിൽ നിറവേറ്റണമെങ്കിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനസ്സാന്തരം ഉണ്ടാവണമെന്നാണ് ദൗത്യം എന്നത് അർത്ഥമാക്കുന്നത് എങ്കിൽ നമുക്കൊരു മനസ്സാന്തരം, രൂപാന്തരം ആദ്യം ഉണ്ടാവേണം. തുടർന്ന് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന, മനസ്സാന്തരത്തിലേക്ക് നയിക്കുന്ന മിഷൻ നമുക്ക് നിറവേറ്റുവാനും കഴിയണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദവും ശ്രദ്ധേയമാണ്: അന്നു മുതൽ. അതായത് യേശുക്രിസ്തുവിന് മുന്നേടിയായി മനസ്സാന്തരത്തിൻ്റെ ദൗത്യത്തെ പ്രഘോഷിച്ച, ദൈവരാജ്യത്തെ പ്രഘോഷിച്ച യോഹന്നാൻ സ്നാപകൻ തടവിലായി എന്ന് അറിഞ്ഞതു മുതൽ, അതിൻ്റെ മുൻപുള്ള 2-3 വാക്യങ്ങളിൽ നാം വായിച്ച് കാണുന്നത്, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടക്കരയുള്ള കഫർന്നഹൂമിൽ യേശു ചെന്ന് പാർത്തു. യഹൂദേതരുടെ ഇടയിൽ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. തുടർന്ന് അവിടെ പറയുന്നുണ്ട്, ഇരുട്ടിൽ നടന്ന ജനം വെളിച്ചം കണ്ടു, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും പ്രകാശം ഉദിക്കുകയാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും ജീവന്റെ സംസ്കാരത്തിലേക്കുള്ള മാറ്റമാണ് ദൗത്യം എന്ന് പറയുന്നത്. ദ കൾച്ചർ ഓഫ് ഡെത്ത് ടു ദി കൾച്ചർ ഓഫ് ലൈഫ്, കൾച്ചർ ഓഫ് ലൈറ്റ്. മരണത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള മരണം എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. സ്നേഹം നഷ്ടപ്പെട്ട് മരിച്ച സമൂഹം, നീതി ചവിട്ടി മെതിക്കപ്പെടുന്ന സമൂഹം, തിന്മകളും അതോടൊപ്പം തന്നെ അധാർമികതയും നിലനിൽക്കുന്ന സമൂഹത്തെ, അടിമത്തം നിലനിൽക്കുന്ന സമൂഹത്തെ, പീഡിപ്പിക്കപ്പെടുന്നവരുള്ള സമൂഹത്തെ മരണത്തിൻ്റെ സംസ്കാരമെന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ. ആ മരണത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും, ഇരുളിൻ്റെ സംസ്കാരത്തിൽ നിന്നും ജീവന്റെ സംസ്കാരത്തിലേക്ക്, വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് മിഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ വേദഭാഗം അർത്ഥമാക്കുന്നത്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കാണുകയാണ്. മരണ നിഴലിലിരുന്നവർക്ക് പ്രകാശം ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഈ ലൈഫ് ഗിവിംഗ് മിഷൻ, ജീവൻ കൊടുക്കുന്ന ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളായി തീരണം. അതിന് ആവശ്യം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, ഒരു ജീവന്റെ അനുഭവം നമ്മളിൽ അങ്കുരിക്കുക. അതോടൊപ്പം തന്നെ ജീവന്റെ ദൗത്യ നിർവഹണം എനിക്കും നിങ്ങൾക്കും സമൂഹത്തിൽ നിറവേറ്റുവാൻ കഴിയണം. ഇവിടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ദൗത്യം തുടരുവാൻ തക്കവണ്ണം ഒരു കൂട്ടം ആളുകളെ വിളിച്ച് വേർതിരിക്കുകയാണ്. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. അതായത് ദൗത്യത്തിന്, മിഷൻ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ദൈവത്തിൻ്റെ മിഷൻ യേശുവിലൂടെ ഈ സമൂഹത്തിൽ നിർവഹിച്ചതായിട്ടുള്ള ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ് നിറവേറ്റപ്പെടേണ്ടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അപ്പോസ്തലന്മാരെ, അപ്പോസ്തലൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവർ എന്നാണ്, കർത്താവ് തിരഞ്ഞെടുത്ത് ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, മനുഷ്യരെ പിടിക്കുന്നവരാകും. എന്താണ് മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഗ്രസീവായിട്ടുള്ള ക്രൂസേഡ് എന്നുള്ളതല്ല അർത്ഥം. നിർബന്ധിതമായിട്ട് ആളുകളെ വലയിട്ട് പിടിക്കുക എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന, ജീവന്റെ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്ന ദൗത്യമാണ് കർത്താവ് ഇവരെ ഭരമേൽപ്പിച്ചത്. ഇവിടെ പറയുന്നു, ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. സെബദി പുത്രന്മാർ ഉടനെ പടകും അപ്പനെയും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ദൗത്യത്തിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചു. ചിലതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ ഈ ദൗത്യം സാധ്യമായിട്ട് തീരുകയുള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചെലവാക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാവേണം. ശൂന്യവൽക്കരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. സ്വയം ശൂന്യനായി തീർന്നുകൊണ്ട് ക്രൂശിന്റെ ദൗത്യം ഏറ്റെടുത്ത യേശുവിനെ പിൻപറ്റുന്ന, യേശുവിൻ്റെ ദൗത്യത്തെ ഈ സമൂഹത്തിൽ പൂരിപ്പിക്കുവാൻ തക്കവണ്ണം ചുമതല ഏറ്റിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ചെലവാക്കപ്പെടുവാൻ തക്കവണ്ണം, ചിലതിനെയൊക്കെ വിട്ടുകളയുവാൻ തക്കവണ്ണം, ശൂന്യവൽക്കരിക്കുവാൻ, ക്രൂശെടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ മിഷൻ നിറവേറ്റപ്പെടുകയുള്ളൂ. കർത്താവ് ഇവിടെ ചെയ്തതായിട്ടുള്ള ദൗത്യത്തിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. സൗഖ്യദായക ശുശ്രൂഷ കർത്താവ് ആ പ്രദേശത്ത് നിർവഹിച്ചു എന്നാണ് പറയുന്നത്. ശാരീരികവും മാനസികവും ആത്മികമായിട്ടുള്ള പൂർണ്ണതയുടെ നിറവാണ് യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു സൗഖ്യമാക്കപ്പെട്ട സമൂഹം, ഹീൽഡ് കമ്മ്യൂണിറ്റി, അതാണ് ദൗത്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സൗഖ്യമാക്കപ്പെട്ട സമൂഹത്തെ വാർത്തെടുക്കുക. അത് ശരീരത്തിന് മാത്രമുള്ള സൗഖ്യമല്ല, മാനസികവും ആത്മികവുമായിട്ട്
സൗഖ്യം പ്രാപിച്ച പൂർണ്ണതയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ദൗത്യം. നമ്മളൊന്ന് വായിച്ചതായിട്ടുള്ള പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചക പുസ്തകം 55-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദാഹിക്കുന്നവർ, ദ്രവ്യമില്ലാത്തവർ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ഇത് സൗജന്യമായിട്ടുള്ള രക്ഷാപദ്ധതിയെ നമുക്ക് പ്രവാചകൻ കാണിച്ചു തരുകയാണ്. ഈ രക്ഷാപദ്ധതി ഏവർക്കുമുള്ളതാണ്. ഇത് സൗജന്യമാണ്, പക്ഷേ ഏറ്റവും വിലയുള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ഏറ്റവും വിലയേറിയതാണ്, മൂല്യമുള്ളതാണ്. എന്നാൽ അത് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നു. നമ്മെ സംബന്ധിച്ചെപ്പോഴും സൗജന്യമായിട്ട് ലഭിക്കുന്നതൊക്കെ അത്രത്തോളം മൂല്യമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുകയില്ല. ദൈവ സ്നേഹത്തിൻ്റെ മൂല്യം അത് നമുക്ക് അളക്കുവാൻ ആവുന്നതല്ല. ആ സ്നേഹത്തിൻ്റെ മൂല്യത്തെ ഗ്രഹിച്ചുകൊണ്ട് സൗജന്യമായി ലഭിക്കുന്ന ആ രക്ഷാ പദ്ധതിയിൽ നാം പങ്കുകാരാകുക, മറ്റുള്ളവരെ ഇവിടെ യഹോവയായിട്ടുള്ള ദൈവം ക്ഷണിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ലോകപ്രകാരമുള്ള തൃപ്തി അത് പലപ്പോഴും ആളുകൾ അതിനായിട്ട് ഒത്തിരിയും ചെലവഴിക്കുന്നവരാ, പ്രയത്നഫലം ചെലവിടുന്നവരാ. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നന്മയും സന്തോഷവും ജീവനുമുള്ള ഉറവെങ്കിലേക്ക് നിങ്ങൾ വരുവി. പ്രിയമുള്ളവരെ, ഇതെല്ലാവർക്കുമുള്ള സുവാർത്തയാണ്. യേശു തമ്പുരാൻ പറഞ്ഞുവല്ലോ, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവേ. ഇന്ന് സമൂഹത്തിൽ ഈ ദാഹം നമുക്ക് കാണുവാൻ കഴിയും. കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് യേശു തമ്പുരാൻ കരഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം ശാരീരികമായിട്ടുള്ള വേദന സഹിച്ചപ്പോഴുള്ള ഒരു ദാഹം മാത്രമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിനായി, നീതിക്കായി, കരുതലിനായി ദാഹിക്കുന്നവരോടുള്ള താതാത്മ്യപ്പെടൽ, വെള്ളത്തിനായി, ആഹാരത്തിനായി കെഞ്ചുന്നവരോടുള്ള യേശുവിൻ്റെ താതാത്മ്യപ്പെടൽ ക്രൂശിലെ ആ നിലവിളിയിൽ നമ്മൾ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാഹശമനം നമ്മിലൂടെ സാധ്യമായിട്ട് തീരണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, ഈ ചെറിയ വല്ലൊരുത്തന് ചെയ്തിരിക്കുന്നത് എനിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നീതിക്കു വേണ്ടി കർത്താവ് ഇന്നും ദാഹിക്കുകയാണ്. നീതിക്കു വേണ്ടി ദാഹിക്കുന്നവരോട് പക്ഷം ചേരുന്ന, സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നവരോട് പക്ഷം ചേരുന്ന യേശു തമ്പുരാൻ അത്തരത്തിലുള്ള ഒരു പക്ഷം ചേരൽ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കും ഉൾക്കൊള്ളുവാൻ കഴിയുമോ? ഇപ്പൊ ജീവന്റെ നിറവിലേക്കുള്ള ഒരു ആഹ്വാനമാണ് മിഷൻ എന്ന് ഈ വേദഭാഗവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ സുവിശേഷ വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചിന്താഗതി എന്ന് പറയുന്നത്, ഘടനാപരമായിട്ടുള്ള ഒരു രൂപാന്തരത്തിൻ്റെ വലിയ ദൗത്യവും യേശുവിലൂടെ സാധ്യമായിട്ട് തീരുകയാണ്. ഫാദർ കാപ്പൻ ലോകമറിയപ്പെട്ട ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് 3 കപട തൃത്വമാണ്. നമ്മളെ വേദപുസ്തകത്തിലെ തൃത്വമല്ല, എമ്മിൽ ആരംഭിക്കുന്ന കപട തൃത്വമാണ് ലോകത്തെ നയിക്കുന്നത്. സൂഡോ ട്രിനിറ്റി. അത് 1 മെറ്റീരിയലിസം, ഭൗതികത; 2 മാർക്കറ്റ്, കമ്പോളം; 3 മണി, മാമോൻ, ധനം. ഇത് 3ഉം ഈ കപട തൃത്വമാണ്, സൂഡോ ട്രിനിറ്റി, ഈ ലോകത്തെ നയിക്കുമ്പോൾ ഇതിൽ നിന്നുമുള്ള ഒരു വിമോചനം, ലിബറേഷൻ, അതാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ അവൻ ഏറ്റവും
പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഘടനാപരമായിട്ടുള്ള തിന്മകളെ വെള്ളപൂശുന്നതല്ല, സമൂഹത്തിൽ ഓളം സൃഷ്ടിക്കുന്നതുമല്ല, സകല സൃഷ്ടിയെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദൈവിക ദൗത്യമായ മാനവീകരണത്തിൽ പങ്കാളിത്തം വഹിക്കുക. സകല സൃഷ്ടിയെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദൈവിക ദൗത്യമായ മാനവീകരണത്തിൽ പങ്കാളിത്തം വഹിക്കുക. ഹോളിസ്റ്റിക് ട്രാൻസ്ഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൂഡോ ട്രിനിറ്റിയിൽ നിന്നും, കപട ആത്മീയതയിൽ നിന്നും, കപട തൃത്വത്തിൽ നിന്നും വിമോചനം പ്രാപിച്ച്, നമ്മൾ വായിച്ച യെശയ്യാ പ്രവാചക പുസ്തകത്തിലും അത് പറയുന്നുണ്ടല്ലോ, ലോകപ്രകാരമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സകല പ്രയത്നവും കഴിക്കുമ്പോൾ സൗജന്യമായി ലഭിക്കുന്ന മൂല്യമുള്ള ചിലതിനെ നമ്മൾ വിട്ടുകളഞ്ഞ് തൃപ്തിയില്ലാതെ കഴിയുന്നുവെങ്കിൽ ദാഹിക്കുന്ന ഏവരുമേ വരുവി. ഇവിടെ ഈ സൂഡോ ട്രിനിറ്റിയിൽ നിന്നും വിമോചനം പ്രാപിച്ച് ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫർമേഷൻ, ഒരു സമഗ്രമായിട്ടുള്ള രൂപാന്തരം പ്രാപിച്ച് നമുക്ക് ഒരു ഉടമ്പടി സമൂഹമായിട്ട്, ഒരു കവനന്റ് കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിപ്പാൻ കഴിയണം, സമൂഹത്തെ നയിപ്പാൻ കഴിയണം. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സൂഡോ ട്രിനിറ്റിയിൽ നിന്നും ലോകപ്രകാരമുള്ള സംതൃപ്തിയും ലോകപ്രകാരമുള്ള താല്പര്യങ്ങളും വിട്ടിട്ട്, സ്വാർത്ഥതകളെ വിട്ടിട്ട് സമഗ്രമായിട്ടുള്ള ഒരു രൂപാന്തരം പ്രാപിച്ച ഉടമ്പടി സമൂഹമായിട്ട് നമ്മൾ തീരുക, നമ്മുടെ സമൂഹത്തെ നയിക്കുക. എം തോമസ് പ്രശസ്തനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, യേശു തേടി വന്നത്, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് ലാസ്റ്റ്, ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടതിനെ, ഏറ്റവും അവസാനമുള്ളതിനെ, ഏറ്റവും ചെറുതായിട്ടുള്ളതിനെ തേടിയെത്തുന്ന യേശു തമ്പുരാൻ, പെരിഫറിയിൽ കഴിയുന്നവരെ സെന്ററിലേക്ക് കൊണ്ടുവരുന്ന യേശു തമ്പുരാൻ, മാർജിനിൽ കഴിയുന്നവരെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള രക്ഷാപദ്ധതിയുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ ദൗത്യ നിർവഹണം, അത് ഘടനാപരമായിട്ടുള്ള ഒരു രൂപാന്തരമാണ്, ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. എല്ലാവർക്കും നീതി കിട്ടുന്ന, എല്ലാവർക്കും നന്മ കിട്ടുന്ന, എല്ലാവർക്കും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയുടെ ആഘോഷം സാധ്യമായി തീരുന്ന ഒരു സമൂഹം കെട്ടുപണി ചെയ്യുക. അതാണ് പ്രിയമുള്ളവരെ നമ്മിലൂടെ നിറവേറ്റപ്പെടേണ്ടുന്ന ദൗത്യം. The mission is possible only when we can discern the suffering God in the suffering people. കഷ്ടപ്പെടുന്ന ആളുകളിൽ യേശുവിൻ്റെ കഷ്ടപ്പെടുന്ന ആ മുഖത്തെ, കഷ്ടപ്പെടുന്ന യേശുവിനെ കാണുവാൻ കഴിയുമ്പോൾ മാത്രമേ ദൗത്യം നമുക്ക് നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലെ പ്രവർത്തനം മാത്രമല്ല, പുറത്തുള്ള പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വവും ചേർന്നാണ്. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ബികമിങ് ഒരു ഘടനാപരമായി രൂപാന്തരം പ്രാപിച്ച ദൈവരാജ്യാനുഭവത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ, നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ദൗത്യം രൂപാന്തരപ്പെടുത്തുന്ന, അതായത് ഒരു ദൈവരാജ്യ സമൂഹത്തെ വാർത്തെടുക്കുക, ജീവൻ കൊടുക്കുന്ന ദൗത്യ നിർവഹണം, ഒരു സൗഖ്യദായക സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രവർത്തനം, ഒരു ഉടമ്പടി സമൂഹത്തെ വാർത്തെടുക്കുന്ന
എല്ലാവർക്കും സമാധാനമുള്ള നന്മയുള്ള ഒരു സമൂഹം, ഘടനാപരമായി രൂപാന്തരം പ്രാപിച്ച ഒരു സമൂഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനും സമൂഹത്തെ നയിക്കുവാനും സാധ്യമായി തീരണം. ദക്ഷിണേന്ത്യ സഭ ഒരു മിഷണറി സഭയാണ്. CSI സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ 3-ാമത്തെ അധ്യായം പൂർണ്ണമായി സഭയുടെ ദൗത്യം എന്തെന്ന് വിശദീകരിച്ചിരിക്കുന്നു. ദ മിഷൻ ഓഫ് ദി ചർച്ച്. അതിൽ പറയുന്നത്, ദ CSI affirms that the church is the servant of God and is called to carry on mission of God in the world. സഭ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. ദൈവികമായിട്ടുള്ള ദൗത്യം ലോകത്തിൽ പങ്കുവെക്കുവാൻ, നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ്. അവിടെ പറയുന്നു, ചർച്ച് എക്സിസ്റ്റ് ഫോർ മിഷൻ ആൻഡ് ബൈ മിഷൻ. സഭ ദൗത്യത്തിനായും ദൗത്യത്തിലും നിലനിൽക്കുന്നു. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും അടിസ്ഥാനപ്പെട്ടതാണ്. തുടർന്ന് ആ ഭരണഘടനയുടെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളുടെ മിഷൻ, ദൗത്യം എന്തെന്ന് വിശദീകരിക്കുവാൻ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, മിഷൻ ഈസ് പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ, കെരിഗ്മ. സുവാർത്തയുടെ, സുവിശേഷത്തിൻ്റെ പ്രഘോഷമാണ് മിഷൻ എന്ന് പറയുന്നത്. ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ട നമുക്ക്, ദൈവ സ്നേഹത്തിൻ്റെ അനുഭവക്കാരായി തീർന്ന നമുക്ക് ഈ സ്നേഹത്തെ പങ്കുവെച്ചു കൊടുക്കുവാൻ, പ്രഘോഷിക്കുവാൻ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. 2-ാമത് അവിടെ പറയുന്നു, മിഷൻ is nurturing the people of God through worship, preaching and pastoral care. Building up of Christian fellowship, koinonia. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവമായിട്ട് നാം തീരുന്നതിനോടൊപ്പം സകലരെയും ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ, ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളായി തീരുവാൻ, ഒരേ മേശയെങ്കിലെ ഭോജനത്തിലേക്ക് പങ്കുകാരാക്കി തീർക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കൊയിനോണിയ, കൂട്ടായ്മയുടെ സമൂഹത്തെ വാർത്തെടുക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. 3, മിഷൻ is service with dedication, ഡയക്കോണിയ. 1 കെരിഗ്മ, 2 കൊയിനോണിയ, കൂട്ടായ്മ, 3 ഡയക്കോണിയ, ശുശ്രൂഷ, സമർപ്പണത്തോടുകൂടിയുള്ള ദൈവ ശുശ്രൂഷ. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് സെർവന്റ് ലീഡർഷിപ്പാണ്. ദാസവേഷം എടുത്ത് ക്രൂശിലെ മരണത്തോളം താഴ്ന്നിറങ്ങി വന്ന യേശുവിൻ്റെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷയുടെ ദൗത്യത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. മിഷൻ ഈസ് സ്ട്രൈവിംഗ് ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റിസ് ഇൻ സൊസൈറ്റി. നീതിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ദൗത്യം. ഘടനാപരമായിട്ട് രൂപാന്തരം പ്രാപിച്ച ഒരു സമൂഹം, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. അവസാനമായിട്ട് അവിടെ പറയുന്നു, മിഷൻ ഈസ് സ്റ്റുവർഷിപ്പ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. അതായത് ദൈവ സൃഷ്ടിയുടെ കാര്യവിചാരകത്വവും നമ്മളുടെ ദൗത്യ നിർവഹണത്തിൽപ്പെട്ടതാണ്. മനുഷ്യൻ മാത്രം ഉൾക്കൊള്ളുന്ന ദൗത്യമാണ് പലപ്പോഴും നമ്മൾ മുൻപിൽ കാണുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സകല സൃഷ്ടിയും മനുഷ്യരും പ്രകൃതിയും എല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് ഒരു സൗഖ്യമാക്കപ്പെട്ട ഉടമ്പടി ബന്ധത്തിൻ്റെ അനുഭവം ഉൾക്കൊള്ളുന്ന, കൂട്ടായ്മയുടെ അനുഭവം ഉൾക്കൊള്ളുന്ന, നീതിയുടെ, സമാധാനത്തിൻ്റെ ഒരു സമൂഹമായിട്ട്
രൂപാന്തരപ്പെടുക എന്ന ദൈവരാജ്യം. മിഷൻ is to participate in the liberating and transforming act of triune God. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ദൗത്യം എന്ന് പറയുന്നത് ത്രിത്വ ദൈവത്തിൻ്റെ വിമോചിപ്പിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന പ്രവർത്തനത്തിലുള്ള നമ്മളുടെ പങ്കാളിത്തമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും മിഷണറിമാരാണ്. നമ്മൾ മിഷണറി പ്രവർത്തനത്തെ പണം കൊടുത്ത് സഹായിക്കുന്നവരായിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തീരുന്നതല്ല നമ്മളുടെ ദൗത്യ നിർവഹണം. മറിച്ചായിരിക്കുന്ന സമൂഹത്തിൽ ഭൂമിക്ക് ഉപ്പായി, ലോകത്തിന് വെളിച്ചമായി നമുക്ക് വർദ്ധിക്കുവാനും മറ്റുള്ളവരെ ഈ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനും രൂപാന്തരത്തിൻ്റെ ശുശ്രൂഷ, സൗഖ്യദായക ശുശ്രൂഷ, ഒരു ഉടമ്പടി സമൂഹമായി മാത്രമല്ല സൗഖ്യമാക്കപ്പെട്ട സമൂഹമായി നീതിയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ദൗത്യ നിർവഹണം നമുക്ക് നിറവേറ്റുവാനും സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതല്ലോ. സമാധാനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ചു നടക്കുവാനായിട്ടു ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിനു തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന്
ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ചവരുടെ പേര് ഈ സമയത്ത് വായിക്കുന്നു. ബർത്ത്ഡേ, ജന്മദിനം ആഘോഷിച്ചവർ: ചെറിയാൻ വർഗീസ് വാഴൂലിൽ, വർഗീസ് പടിപ്പുരയ്ക്കൽ കിഴക്ക്, കോശി ലിജു മാത്യു ചേനത്ര ലൈജു വില്ല, ജിപ്സ ഫിലിപ്പ് ചിറയിൽ പറമ്പിൽ, കെസിയ എൽസ വിനോദ് വെട്ടി വടക്കേതിൽ, ജെനിറ്റ സജി കിഴക്കേടത്ത്, സജു കുര്യൻ പടിപ്പരയ്ക്കൽ, കോശി വർഗീസ് കോഴിശ്ശേരിയിൽ, സുമ സൂസൻ തോമസ് കടയ്ക്കൽ കിഴക്ക് നമ്പർ 5, പി വി മാത്യു PRV ഗാർഡൻസ്, ഗ്രേസി തോമസ് കൊച്ചുപ്ലാവ് നിൽക്കുന്നതിൽ, ജോദാൻ ജോർജ് ജേക്കബ് ദിൽകുഷ്, മേരി ജോർജ് പെരിങ്കുഴി ഷീജ വില്ല, സുബിൻ നൈനാൻ വലിയ തുറയിൽ, മോബിൻ സാമുവേൽ വർഗീസ് മണലെ വീട്ടിൽ മലയിൽ, അജയ് അലക്സാണ്ടർ പാലത്തുംപാട്ട് തൂമ്പങ്കൽ എബനേസർ, തോമസ് ഫിലിപ്പ് ഗ്രേസ് മന്ദിരം, ഷൈനു ബേബി വർഗീസ് പടിപ്പുരയ്ക്കൽ, റീജ ചെറിയാൻ ചേരി വടക്കേതിൽ, ഇമ്മാനുവേൽ ഉമ്മൻ തോമസ് കുമ്മമ്പുഴ ബിജു ഭവൻ, പ്രിൻസി വിജയ് ഫിലിപ്പ് കടയ്ക്കൽ കിഴക്ക് മലയിൽ നമ്പർ 3, ബെൻ തോമസ് ഫിലിപ്പ് പാലത്തുംപാട്ട് പിസ്ക, ഏബൻ റെനു ഇടുക്കള പാല നിൽക്കുന്നതിൽ പുത്തൻ വീട്, ആകാശ് ഷിബു അഷാരിയത്ത്, സുജിത് മാമൻ വർഗീസ് തുതിക്കാട്ട്, സോണ എസ് റജി ആലു നിൽക്കുന്നതിൽ, ബിന്ദു ബിനു താഴമുട്ടത്ത് പുത്തൻ വീട്, അച്ചാമ ചെറിയാൻ ആശിഷ് പവൻ, ദിവ്യ സൂസൻ ജേക്കബ് പാലേക്കണ്ടത്തിൽ, എറിൻ റെനു ഇടുക്കുള പാല നിൽക്കുന്നതിൽ പുത്തൻ വീട്, നോയൽ സോണി വർഗീസ് അനുഗ്രഹ, സ്വീറ്റി കെ മാത്യൂസ് കാഞ്ഞിരയ്ക്കൽ ജോൺ വില്ല, അക്ഷയ് അലക്സ് ചെറിയാൻ താനോത്രയിൽ. ജന്മദിനം കൊണ്ടാടിയ എല്ലാവർക്കും സഭയുടെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. പുതിയ വർഷം ദൈവത്തിൽ അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. വിവാഹവാർഷികം കൊണ്ടാടിയവർ: മിസസ് ആൻഡ് മിസ്റ്റർ KN ഉമ്മൻ കുന്നംപുറത്ത്, മിസസ് ആൻഡ് മിസ്റ്റർ അലക്സ് പ്ലാക്കാട്ട് ബംഗ്ലാവ്, മിസസ് ആൻഡ് മിസ്റ്റർ കുര്യൻ ഈശോ പടിപ്പുരയ്ക്കൽ കിഴക്കേതിൽ, മിസസ് ആൻഡ് റവറൻ ചാണ്ടി ജോസ് പ്ലാന്തറയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ TK ജോൺ തെറ്റിക്കുഴി വടക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ മനോ വി ജേക്കബ് വലിയ തുറയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ജോസഫ് KC ആഞ്ഞിലിവിള JRH വില്ല, മിസസ് ആൻഡ് മിസ്റ്റർ രഞ്ജിത്ത് കുരുവിള എബ്രഹാം കുറ്റിക്കൽ ഷാലോം, മിസസ് ആൻഡ് മിസ്റ്റർ KJ വർഗീസ് കാർത്തികപ്പള്ളി പീടികയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ഷിബു നൈനാൻ തെങ്ങിൽ മലയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ചാണ്ടി ജോർജ് പെരിങ്കുഴിയിൽ കൊച്ചുവീട്ടിൽ. വിവാഹവാർഷികം കൊണ്ടാടുന്ന എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായിട്ടുള്ള ദൈവം പുതിയ വർഷത്തിലും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും, കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചവരെയും, ദൈവം നൽകിയതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേക സ്തോത്രാർപ്പണത്തോടെ മുട്ടുമടക്കിയിരിക്കുന്നവരെയും നമുക്ക് ഈ സമയത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണഭൂതനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർത്താവ് നൽകുന്ന നന്മകൾക്ക് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു.
ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവർക്കായിട്ടും സ്തോത്രം. ജീവിതത്തിൻ്റെ ഈ നാളുവരെയും പ്രത്യേകിച്ച് കർത്താവ് കഴിഞ്ഞൊരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ആയുസ്സും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവത്തിൻ്റെ ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. അവരുടെ പുതിയ വർഷം കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതമാക്കി തീർക്കണം. ഓരോ നിമിഷവും ദൈവ ഇഷ്ടത്തെ നിറവേറ്റുന്നവരായിട്ട് പ്രവർത്തിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. നിത്യനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവരെ കുടുംബജീവിതത്തിൽ കൂട്ടിയോജിപ്പിച്ച് നാൾ മുതൽ ഇന്നുവരെയും കരുണയോടെ കർത്താവ് പരിപാലിച്ചുവല്ലോ. പുതിയ വർഷവും അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. അവരുടെ ജീവിതയാത്രയിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിപ്പാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൈവം നൽകിയതായിട്ടുള്ള നന്മകൾക്ക് പ്രത്യേക സ്തോത്രാർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർക്കായിട്ടും ഞങ്ങൾ ഈ സമയത്ത് നന്ദി കരയേറ്റുന്നു. കർത്താവേ, അവരെയും അനുഗ്രഹിച്ചു കൊള്ളണമേ. സ്വർഗീയമായിട്ടുള്ള കരുണ, കൃപ, ആശിഷമാരി ഞങ്ങളുടെ മേൽ പകർന്ന് അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് യേശു മശിഹ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി നമുക്ക് ഈ സമയത്ത് ഞാൻ കീർത്തനങ്ങളിൽ 72-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ഹിം നമ്പർ 72, കീർത്തനം 72. So
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. എങ്കിലും പലയിടങ്ങളിലും സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് സ്വർഗീയപിതാവിനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരം നൽകി. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മിഷണറി ഞായറാഴ്ചയായിട്ട് നാം ഇന്ന് കൊണ്ടാടുകയായിരുന്നു. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നിർവഹിക്കേണ്ടുന്ന ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൗത്യ നിർവഹണത്തിൽ ജീവന്റെ നിറവോടുകൂടി നമ്മളുടെ സമൂഹം ആയിത്തീരത്തക്കവണ്ണം ഈ നാളുകളിൽ പ്രവർത്തിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം പ്രാപിച്ച ഒരു സമൂഹം, നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഉടമ്പടി സമൂഹത്തെ വാർത്തെടുക്കത്തക്കവണ്ണം കർത്താവെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഉന്നതമായിട്ടുള്ള ആലോചനകളുണ്ട്. ഭൂമിക്ക് ഉപ്പായി ലോകത്തിന് വെളിച്ചമായി നമുക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കണം. അനേകരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ദൈവരാജ്യ സമൂഹത്തെ കെട്ടുപണി ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹായിടവകയായിട്ട് കേരളത്തിനകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും നടക്കുന്ന എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് ഈ സമയത്ത് അപേക്ഷിക്കാം. അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാരെയും ജനത്തെയും നമുക്ക് ഈ സമയത്ത് ഓർത്തു പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷകനായിട്ടുള്ള ക്രിസ്തുവിനെ അവർക്ക് ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചവരായി ഈ നാളുകളിൽ ജീവിക്കത്തക്കവണ്ണം നീതിയുള്ളൊരു സമൂഹം വാർത്തെടുക്കുവാൻ പ്രിയപ്പെട്ട മിഷണറിമാർ യത്നിക്കുമ്പോൾ ദൈവകൃപ ചൊരിയേണ്ടതിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. കൊടുകുളഞ്ഞി സഭ സ്പോൺസർ ചെയ്യുന്ന മിഷണറിമാരെയും ഓർക്കാം. അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കേണ്ടതിനു വേണ്ടി അപേക്ഷിക്കാം. നമ്മളുടെ സഭയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരെയും, പ്രത്യേകാൽ നമ്മുടെ സഭയുടെ അംഗങ്ങളായിട്ടുള്ള പട്ടക്കാരെയും ദൈവകരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് അപേക്ഷിക്കാം. സീനിയർ പട്ടക്കാരെയും ഈ സമയത്ത് ഓർക്കാം. അവർ വിശ്രമ ജീവിതം നയിക്കുന്ന കാലയളവിൽ ദൈവരാജ്യ കെട്ടുപണിക്കു വേണ്ടി തുടർന്നും യത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാവലിലും കരുണയിലും സ്നേഹത്തിലും അവരെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറി സംഘടനകളെയും, പ്രത്യേകിച്ച് മിഷൻ ദൗത്യം നിറവേറ്റുന്ന സ്ഥാപനങ്ങളെയും നമുക്ക് ഓർത്തുകൊണ്ട് യാചിക്കാം. മഹായിടവക മിഷൻ ബോർഡിനു വേണ്ടി പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ലോകം മഹാമാരിയുടെ
സാഹചര്യത്തിലൂടെ മുമ്പോട്ട് നീങ്ങുന്നു. ഈ രോഗത്തിന് പരിപൂർണമായിട്ടുള്ളൊരു വിടുതൽ ഉണ്ടാകണം. ആരോഗ്യരംഗത്തും ക്രമസമാധാന രംഗത്തും ശാസ്ത്രലോകത്തും അതോടൊപ്പം തന്നെ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി യജ്ഞിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ഈ മഹാമാരിയുടെ കെടുതി മൂലം മരണമടഞ്ഞ ആളുകളുടെ കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു, ഭവനങ്ങളിൽ കഴിയുന്നു, ക്വാറന്റൈനിലായിരിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വിവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരുണ്ട്, ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി അപേക്ഷിക്കാം. അയൽരാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഏറ്റവും സമാധാനപൂർവമായിരിക്കാൻ കർത്താവ് കൃപ കൊടുക്കട്ടെ. രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും പ്രത്യേകാൽ നമ്മളുടെ കൊടുകുളിഞ്ഞി പ്രദേശത്തെയും ഓർത്തുകൊണ്ട് യാചിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് അപേക്ഷിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിലൂടെ നമ്മുടെ മാതാപിതാക്കന്മാർക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാം. സാമ്പത്തിക ക്ലേശമുള്ളവരുണ്ട്, മനസ്സ് സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വിവാഹത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്നവർ, തക്കതായിട്ടുള്ള തുണി അന്വേഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അഡ്മിഷനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. അത് ഫലകരമായിട്ട് നിറവേറ്റപ്പെടത്തക്കവണ്ണം കർത്താവ് കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അനേക ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആരെങ്കിലും മനോഭാരത്തോടുകൂടി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, സർവകൃപാലുവായിട്ടുള്ള ദൈവം നമ്മോട് കരുണ ചൊരിയട്ടെ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസം എന്തുമാകട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തുമാകട്ടെ, പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ അതുല്യമായിട്ടുള്ള സ്നേഹം ഓരോ ഹൃദയങ്ങളുടെ മേലും പകരപ്പെടുവാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ എന്തൊക്കെ വേണം കർത്താവ് കൃപ ചൊരിയണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്പരങ്ങളെയും അരുമനാഥനോട് നമുക്ക് ഈ സമയത്ത് അറിയിക്കാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം, വാക്കുമാറാതെ വിശ്വസ്തനായിട്ട് കൂടെയിരിക്കുന്ന കർത്തൻ, അമ്മയെപ്പോലെ നമ്മളെ സ്നേഹിക്കുന്നവൻ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച മിഷണറി ദൗത്യം ഫലകരമായിട്ട് നിറവേറ്റുവാനും നല്ല സാക്ഷികളായിട്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ദൈവരാജ്യ ദൗത്യം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് രണ്ടാമത്തെ ലിത്താനി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ചൊല്ലാം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും
നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തിയരോടും തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെ ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പൊതുവിലുള്ള സ്തോത്രം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായി നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ ബലിപതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കണ്ണുകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. മിഷണറി ഞായറാഴ്ചയായിട്ട് നാം ഇന്ന് ആഘോഷിച്ചുവല്ലോ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മഹായിടവക മിഷൻ വയൽ പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവിടെ പ്രവർത്തിക്കുന്ന പട്ടക്കാരെയും മിഷണറിമാരെയും അതോടൊപ്പം തന്നെ ജനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനും നമുക്ക് കഴിയണം. ഇതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ
നമ്മളുടെ മിഷൻ വയൽ പ്രദേശങ്ങളും പലവിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അവിടെയുള്ള ജനങ്ങളെയും മിഷണറിമാരെയും നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഈ സമയത്ത് വീണ്ടും അഭ്യർത്ഥിക്കട്ടെ. ഇന്നത്തെ ദിവ്യ ആരാധന യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമുക്ക് സംബന്ധിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തിരുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരാധനയ്ക്കായി പലവിധത്തിൽ സഹായ സഹകരണങ്ങൾ ചെയ്തവരുണ്ട്, സ്ട്രീമിങ്ങിനായിട്ട് സഹായിച്ചവരുണ്ട്. നമ്മളുടെ ഗായസംഘാംഗങ്ങൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ അറിയിക്കട്ടെ. CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് പാനൽ എലക്ഷൻ കഴിഞ്ഞ ചൊവ്വാഴ്ച കോട്ടയത്ത് വെച്ച് വളരെ ക്രമീകൃതമായിട്ട് നടത്തപ്പെട്ടു. റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ, റവറൻഡ് നെൽസൺ ചാക്കോ രണ്ടുപേരാണ് പാനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പാനൽ സിനഡിന് സമർപ്പിക്കുകയും തുടർന്ന് CSI സിനഡ് മഹായിടവക അധ്യക്ഷനെ നിയമിക്കുകയും ചെയ്യും. ദൈവഹിതാനുസരണമുള്ള വ്യക്തി ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബിഷപ്പ് പാനൽ ഇലക്ഷൻ ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ടു. ഈ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ, റവറൻഡ് നെൽസൺ ചാക്കോ എന്നിവരെ കോടുവിളഞ്ഞി CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകയുടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ചൊവ്വാഴ്ച ടെലിഫോണിലൂടെയുള്ള പ്രാർത്ഥനാ യോഗം വൈകുന്നേരം 6:30 മുതൽ നടത്തപ്പെടുന്നതാണ്. കഴിവതും എല്ലാ സഭാംഗങ്ങളും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മഹാമാരിയുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തിരി സമയം ചെലവഴിച്ചിരുന്നു. ഇപ്പോഴും ഈ രോഗത്തിൻ്റെ ഭീഷണി മാറിയിട്ടില്ല. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രോഗം മൂലമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവത്തിൽ കൂടുതലായിട്ട് നമുക്ക് അഭയം കണ്ടെത്തുവാനും പ്രാർത്ഥനയാൽ നമുക്കിതിനെ അതിജീവിക്കുവാനും കഴിയണം. ആയതുകൊണ്ട് ചൊവ്വാഴ്ച തോറും ക്രമീകരിക്കുന്ന പ്രാർത്ഥനയിൽ ഏവരും സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ചെയിൻ പ്രയർ നടത്തപ്പെടുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച സീനിയർ സിറ്റിസൺ ഞായറായിട്ട് കൊണ്ടാടുകയാണ്. CSI സ്ഥാപക ദിനം കൂടെയാണല്ലോ. രാവിലെ 9:30 മുതൽ ദിവ്യ ആരാധനയുടെ സ്ട്രീമിംഗ് നടത്തപ്പെടുന്നതാണ് എന്ന് അറിയിക്കുന്നു. ഒക്ടോബർ മാസം 1-ാം ഞായറാഴ്ച മുതൽ, അതായത് ഒക്ടോബർ 4-ാം തീയതി മുതൽ പൊതു ആരാധനയ്ക്കായിട്ട് ദേവാലയം ഞായറാഴ്ച തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 6 മാസങ്ങളായി നമുക്ക് ഞായറാഴ്ച ദിവസം പൊതു ആരാധന നടത്തപ്പെടുന്നില്ല. ഒക്ടോബർ മാസം ഫസ്റ്റ് സൺഡേയിൽ മാറ്റിൻ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. പതിവ് പോലെ രാവിലെ 9:30 മണിക്കായിരിക്കും അത് നടത്തപ്പെടുന്നത്. എന്നാൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഇതിൽ സംബന്ധിക്കുവാൻ കഴിയുകയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ശുശ്രൂഷ ക്രമീകരിക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണം. അതിൽ കൂടുതൽ ആളുകൾക്ക് ദേവാലയത്തിൽ ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാനും കഴിയുകയില്ല. നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന സ്ട്രീമിംഗ് അന്നേ ദിവസം ഉണ്ടായിരിക്കും. ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും നടത്തപ്പെടുന്നത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും നമുക്ക് അത് കാണാവുന്നതാണ്. രോഗമുള്ളവർ, അതോടൊപ്പം തന്നെ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഇവർക്കൊന്നും ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുവാൻ പ്രയാസമാണ്. സംബന്ധിക്കുന്നവർ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം.
മാസ്ക് ധരിക്കണം, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, സാനിറ്റൈസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരാധനയ്ക്ക് അധികം മുൻപ് വന്ന് കൂട്ടം കൂടുവാൻ പാടില്ല. ആരാധനയ്ക്ക് ശേഷം എത്രയും വേഗം മടങ്ങിപ്പോവേണ്ടതായിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുപേരെ സംബന്ധിപ്പിച്ച് ആരാധന തുടങ്ങുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് എവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ സഭയുടെ കുടുംബത്തിൻ്റെ എണ്ണങ്ങൾ വെച്ച് അതിൽ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സംബന്ധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന ഭാഗമെന്നുള്ള നിയന്ത്രണം വെക്കുന്നില്ല. അത്യാവശ്യമുള്ള, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, അങ്ങനെയുള്ളവർ മാത്രം ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുക. തുടർന്ന് 1-2 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ഏതുവിധത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യാവുന്നതാണ്. സെമിട്രി ക്ലീനിങ്ങിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നുവല്ലോ, അത് മുഴുവൻ കാടി പിടിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 2-ാം തീയതി രാവിലെ 8:30 മുതൽ യുവജന പ്രസ്ഥാനത്തിൻ്റെയും നമ്മളുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിയുടെയും ചർച്ച് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സെമിട്രി കാട് വെട്ടി ഭംഗിയാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എല്ലാ ചർച്ച് മെമ്പേഴ്സും ഇതിനകത്ത് ഭാഗഭാക്കാകണം. അവരവരുടെ കുടുംബാംഗങ്ങളുടെ കല്ലറ നമ്മൾ തന്നെ വൃത്തിയാക്കുവാൻ ശ്രമിക്കണം. ആർക്കെങ്കിലും അപ്രകാരം അന്നേ ദിവസം വരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവരം അറിയിക്കുകയും നിങ്ങളുടേതായിട്ടുള്ള ഒരു സഹായം നൽകുകയും ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് ആളിനെ ക്രമീകരിച്ച് ആ ഭാഗം വൃത്തിയാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന തുക എന്ന് നിശ്ചയിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയ നമ്മൾ മരിച്ചവരോട് പ്രാർത്ഥിക്കുകയോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ നമുക്ക് സെമിട്രിയിൽ കയറത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാവണം. ഒരുമിച്ച് എല്ലാവരും കൂട്ടായിട്ട് യജ്ഞിക്കുന്നുവെങ്കിൽ അത് നമുക്ക് മനോഹരമായിട്ട് സെമിട്രി ഭംഗിയാക്കി സൂക്ഷിക്കുവാൻ സാധ്യമായി തീരും. അതുകൊണ്ട് ഏവരുടെയും സഹകരണത്തെ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. അന്ന് വരുന്നവർ പണിയായുധങ്ങളും അതോടൊപ്പം തന്നെ മാസ്ക് ധരിച്ചു കൊണ്ടുവരണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം. ഇക്കാര്യവും ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ യുവജന ഞായറാഴ്ചയായിട്ട് ഒക്ടോബർ മാസം 4-ാം തീയതി കൊണ്ടാടുകയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മളുടെ സഭാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യൂത്ത് മെമ്പേഴ്സിനുമായിട്ട് സ്വദേശത്തും വിദേശത്തുമുള്ളവർക്ക് ഒരു വെർച്വൽ കലാമത്സരം ക്രമീകരിക്കുകയാണ്. സാൽവോസ് 2020 എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. 4 കാറ്റഗറിയായിട്ട്, പ്രായം 7 വയസ്സുവരെ ഒരു കാറ്റഗറി, 8 മുതൽ 12 വയസ്സുവരെയും 13 മുതൽ 20 വയസ്സുവരെയും 21 മുതൽ 35 വയസ്സുവരെയുമുള്ള 4 കാറ്റഗറി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്രയോൺസ്, പെൻസിൽ ഡ്രോയിങ്, ലൈറ്റ് മ്യൂസിക്, വാട്ടർ കളർ, ഫോട്ടോഗ്രാഫി, കാർട്ടൂൺ, പോയട്രി ഈ മത്സരങ്ങളാണ് നടത്തപ്പെടുന്നത്. മത്സരത്തിൻ്റെ നിബന്ധനകളും വിശദമായിട്ടുള്ള വിവരവും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതനുസരിച്ച് മത്സരത്തിൽ സംബന്ധിക്കുന്നവർ അവരുടേതായിട്ടുള്ള പ്രോഗ്രാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം ഒക്ടോബർ മാസം 10-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കായിരിക്കും. 1-ാം സമ്മാനം 500 രൂപയും 2-ാം സമ്മാനം 300 രൂപയും 3-ാം സമ്മാനം 150 രൂപയുമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഈ നാളുകളിലൊക്കെ ദേവാലയത്തിൽ വരുവാൻ അവർക്ക് കഴിയുന്നില്ല. സൺഡേ സ്കൂളിൽ അവർ വന്ന് സംബന്ധിക്കുന്നില്ല. യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് നമ്മൾ ഓൺലൈനിലൂടെ മാത്രമാണ് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാമത്സരങ്ങൾ അവരുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മളുടെ ആ സ്നേഹബന്ധവും കൂട്ടായ്മ ബന്ധവും സ്വദേശത്തും വിദേശത്തുമൊക്കെ ഉള്ളവർക്ക് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഉള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു അവസരമാണല്ലോ. അതുകൊണ്ട് ഏവരും താല്പര്യത്തോടെ ഇതിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ടെലി പ്രയർ മീറ്റിംഗ് ഇന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെടുന്നതാണ്. എല്ലാ യുവതി യുവാക്കന്മാരും മാത്രമല്ല താല്പര്യമുള്ള സഭാംഗങ്ങൾക്കും ഈ പ്രാർത്ഥന മീറ്റിങ്ങിൽ സംബന്ധിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനും വചനം കേൾക്കുവാനും ഒക്കെ ലഭിക്കുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണമേ എന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തപ്പെട്ടു. ഓൺലൈൻ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നുണ്ടല്ലോ.
ദയവായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നുവെന്ന് മാതാപിതാക്കന്മാർ ഉറപ്പാക്കണം. ടീച്ചേഴ്സ് മാതാപിതാക്കന്മാരുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതും സന്തോഷകരമായിരിക്കും. ഏത് വിധേനയും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകണം. അവർക്ക് ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്നതായിട്ടുള്ള അവസരം ഉപയോഗപ്പെടുത്തണം. ഏവരുടെയും സഹകരണവും ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് കവറുകൾ, നമ്മുടെ ദശാംശ സമർപ്പണം, ഇതിലൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണ സഭാജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്തോത്രകാഴ്ച പോലും സമർപ്പിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഈ കവറുകളൊക്കെ ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ അനുദിന കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം 6 മാസമായിട്ട് ദേവാലയം തുറക്കാത്തത് കൊണ്ട്, ആളുകൾ കടന്നു വരാത്തത് കൊണ്ട് പലവിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന സഭാജനങ്ങളാണ് കൊടുകുളഞ്ഞി ക്രൈസ്റ്റ് ചർച്ചിലുള്ളത്. ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണത്തെ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ കൃപയിൽ കരുണയിൽ കാത്ത് സൂക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മിഷണറി ഞായറാഴ്ച നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിനയപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ദൗത്യത്തെ നമുക്കായിരിക്കുന്ന സമൂഹത്തിൽ നിറവേറ്റുവാനായിട്ടും സാധിക്കണം. നമ്മളുടെ സഭാംഗങ്ങളായിട്ടുള്ള പട്ടക്കാർ വിവിധ സ്ഥലങ്ങളിൽ തങ്ങളുടെ മിഷണറി ദൗത്യം നിറവേറ്റുകയാണ്. മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുന്ന പട്ടക്കാരുമുണ്ട്. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. വിശ്രമജീവിതം നയിക്കുന്ന പട്ടക്കാരെയും ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നമുക്ക് തലകളെ മടക്കി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായിട്ടുള്ള ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. എങ്കിലും കർത്താവെ, നീ ഞങ്ങളെ കരുണയോടെ കൃപയോടെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഈ ലോകത്തിന് അവിടുന്ന് സൗഖ്യവും ആശ്വാസവും സമാധാനവും നൽകണമേ. മഹാമാരിയിൽ നിന്നും കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവെ, സ്വർഗീയപിതാവേ, ഞങ്ങളുടെ ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ജീവൻ്റെ വാഹകരായിട്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സൗഖ്യമുള്ളൊരു സമൂഹത്തെ കെട്ടുപണി ചെയ്യുവാൻ, നീതിയിലും സമാധാനത്തിനും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്തെ കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ദൈവരാജ്യ ദൗത്യം ഞങ്ങൾക്ക് നിറവേറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവർക്കായിട്ടും സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൃപയാൽ അവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. സ്വർഗീയമായിട്ടുള്ള സമാധാനവും അനുഗ്രഹവും എല്ലാവരുടെ മേലും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ആത്മസമർപ്പണം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ കൈക്കൊള്ളുമാറാകണമേ. അവിടുത്തെ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈ ദിനങ്ങളിൽ കർത്താവെ ആക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും അർത്ഥവത്തായിട്ടുള്ള ദൈവിക ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് യേശു മശിഹ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.
ഈ ദിവ്യ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.